മക്കളെ, ഇതാണ് കൊച്ചിയിലെ പ്രസിദ്ധമായ സെന്റ് ഫ്രാൻസിസ് ചർച്ച്. ഹിസ്റ്ററിയിൽ നമ്മൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് പഠിക്കുന്നുണ്ടല്ലേ. ഇവിടെയാണ് ഇന്ത്യയിലെ തന്നെ യൂറോപ്യന്മാരുടെ ആദ്യ നിർമ്മിതിയായ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ വാസ്കോഡ ഗാമ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും ഇത് തന്നെയാണ്. 14 വർഷങ്ങൾക്ക് ശേഷം പോർച്ചുഗീസുകാർ തങ്ങളുടെ റിയൽ ഹീറോയായ വാസ്കോഡ ഗാമയുടെ മറ്റ് അവശിഷ്ടങ്ങൾ ഈ പള്ളിയിൽ നിന്നും കൊണ്ടുപോയെങ്കിലും ഇന്നും വാസ്കോഡ ഗാമ കേരളീയർക്കും കൊച്ചിക്കാർക്കും സ്വന്തമാണ്. 1498 കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് അദ്ദേഹം ആദ്യമായി എത്തിയതെങ്കിലും അതിനുശേഷം കൊച്ചിയിലാണ് കച്ചവടത്തിനായി വാസ്കോഡ ഗാമ സ്ഥിരതാമസം ഉറപ്പിച്ചത്. കൊച്ചി രാജാവിന്റെ സമ്മതപ്രകാരം അന്നത്തെ പോർച്ചുഗീസുകാർ പണിത ഈ പള്ളിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തതും അതുകൊണ്ടാണ്. വാസ്കോഡ ഗാമ കൊച്ചിയിൽ സ്ഥിരതാമസം ചെയ്തിരുന്ന വാസ്കോ ഹൗസ് എന്നറിയപ്പെടുന്ന വീട് ഈ പള്ളിയുടെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്.